ഈ വെള്ളിയാഴ്ചയുടെ പകൽക്കാലം ഒരു വിശുദ്ധ സഭായോഗമായി ഒരുമിച്ച് കൂടി വരുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിച്ച ഈ നല്ല സാവകാശത്തിനായി ഒരിക്കൽ കൂടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ മാധ്യമത്തിലൂടെ ദൂരത്തും ചാരത്തുമായി ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്നവനായ ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഒരിക്കൽ കൂടെ പ്രാരംഭമായ എന്റെ സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊള്ളുന്നു. ദൈവമായ കർത്താവ് ഈ വചനത്തിലൂടെ നമ്മെ എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് രാവിലെ നാം വായിച്ച സങ്കീർത്തനം 136 സങ്കീർത്തനമാണ്, Psalms 136. ഇത് ആര് രചിച്ചതാണ് എന്ന് അതിന്റെ തലക്കെട്ടിൽ എഴുതിയിട്ടില്ല. എന്നാൽ അതിനകത്തെ വേദവാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ അതിന്റെ എഴുത്തുകാരനെ കുറിച്ച് ചെറിയ അറിവുകൾ നമുക്ക് ചരിത്രത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. പഴയ നിയമ പുസ്തകമാകുന്ന ദിനവൃത്താന്ത പുസ്തകം 1 ദിനവൃത്താന്തം അതിന്റെ 16-ാം അധ്യായം 34-ാം വാക്യം വായിക്കുമ്പോൾ ഈ സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യം അവിടെ പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. 136-ന്റെ 1-ാം വാക്യം, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. 1 ദിനവൃത്താന്തം 16:34 യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഇത് എഴുതിയത് ദാവീദാണ്. സന്ദർഭം നമുക്കറിയാം. പിടിക്കപ്പെട്ട പെട്ടകം, യഹോവയുടെ പെട്ടകം മടക്കി ഇസ്രയേലിൽ കൊണ്ടുവന്നതിന് ശേഷം പെട്ടകം വെക്കുവാൻ താൻ ഒരു കൂടാരം പണിതു. അതിനകത്ത് പെട്ടകം വെച്ചിട്ട് ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ദാവീദ് രചിച്ച് ലേവ്യരുടെ കരങ്ങളിൽ ഏൽപ്പിച്ച്, അവിടെ അനവധി ഗായകരെ കുറിച്ച് പറയുന്നുണ്ട്. അവരെല്ലാം കൂടെ ചേർന്ന് പാടി ജനം ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയ ഒരു ഭാഗമായിട്ട് ആ വേദഭാഗം നമ്മെ ഓർപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് വേണ്ടി, നിയമപ്പെട്ടകത്തിന് വേണ്ടി ഒരു കൂടാരം അടിച്ച് അവിടെ ആരാധന ഉയർന്നപ്പോൾ ദൈവജനം പാടിയ പാട്ടിന്റെ വരികളാണ് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഇതേ വാക്കുകൾ പിന്നീട് തന്റെ മകനായ ശലോമോൻ ഇസ്രായേൽ മക്കൾക്ക് ഒരു സ്ഥിരമായ ആലയം പണിത് ആ ആലയത്തിനെ പ്രതിഷ്ഠിച്ചപ്പോൾ അവിടെ പുരോഹിതന്മാർക്ക് ശുശ്രൂഷ ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് നിറയപ്പെട്ടപ്പോൾ ജനമെല്ലാവരും കുമ്പിട്ട് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് അവരും ഇതേ വാക്കുകൾ ഉദ്ധരിച്ചു. 2 ദിനവൃത്താന്ത പുസ്തകം 5-ാം അധ്യായം 13-ാം വാക്യത്തിലും 7-ാം അധ്യായം 3-ാം വാക്യത്തിലും ഇത് നാം കാണുന്നു. 2 ദിനവൃത്താന്തം 5:13 കാഹളക്കാരും സംഗീതക്കാരും ഒത്തൊരുമിച്ച് കാഹളങ്ങളോടും കൈത്താളങ്ങളോടും വാദിത്വങ്ങളോടും കൂടെ അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളതെന്ന് ഏകസ്വരമായി കേൾക്കുമാർ യഹോവയെ വാഴ്ത്തി സ്തുതിച്ചു. ഈ സന്ദർഭം ഞാൻ ഓർപ്പിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും കടന്നു വരുന്ന ജനത്തിന് പറയുവാനുള്ളത് ഇതേ ഉള്ളൂ: യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഇന്നു പകൽക്കാലം സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുവാൻ ഒരാലയത്തിൽ കടന്നു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിലും ആയിരിക്കുന്നിടങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവം തന്നിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ ഭവനങ്ങളുടെ ഉൾത്തടങ്ങളിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ഏകസ്വരത്തോടെ
ഇന്ന് പകൽക്കാലം പറയാൻ കഴിയണം, യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളതെന്ന്. ഇത് പറയാൻ കഴിയാത്ത ഒരു വ്യക്തി പോലും എന്നെ കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ ഇല്ല എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കാരണം ഏതൊരു മനുഷ്യനും ഇന്നു പകൽക്കാലം ജീവനോടിരുന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുന്നുവെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും പറയാൻ കഴിയണം, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുകയും അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. എന്താണ് കാരണം? നാം ഇന്ന് വന്നു നിൽക്കുന്ന ഈ കാലഘട്ടം ഇന്നത്തെ കണക്കനുസരിച്ച് ലോകത്തിൽ 9 ലക്ഷം ആളുകൾക്ക് കോവിഡ് മുഖാന്തരം ജീവൻ നഷ്ടപ്പെട്ടു. അനേക ലക്ഷങ്ങൾ രോഗികളായിരിക്കുന്നു. ഇന്നലെ മാത്രം 1100-ൽ പരം ആളുകൾ ഇന്ത്യ മഹാരാജ്യത്ത് ഈ രോഗത്താൽ ലോകത്തിൽ നിന്ന് വേർപെട്ടു. നാം പാർക്കുന്ന ഈ പട്ടണമാകുന്ന UAE-ലും ഈ ദിവസങ്ങളിൽ ഇത് വർദ്ധിച്ചു വരുന്നതിന്റെ ആശങ്കകളുണ്ട്. ചില നാളുകൾക്ക് ശേഷം 5 പേർക്ക് ഇന്നലെ കോവിഡ് മുഖാന്തരം ജീവൻ നഷ്ടപ്പെട്ടതായി UAE-ലെ കണക്കുകൾ അറിയിക്കുന്നു. എന്തുകൊണ്ടും ആശങ്ക ഒഴിഞ്ഞിട്ടില്ല. ഈ മഹാവ്യാധിക്ക് ഒരു ശമനം വരുന്നില്ല എന്നുള്ളത് കാണുമ്പോൾ ദൈവജനത്തിന് ആശങ്കയ്ക്കിടയുണ്ടെങ്കിലും ജീവിച്ചിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും ജീവനോട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു കാര്യം വ്യക്തമായി ദൈവത്തോട് പറയാൻ കഴിയും, ദൈവമേ, അങ്ങയുടെ ദയക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങ് നല്ലവനായിരുന്നു ഇതുവരെ നല്ലവനായിരുന്ന ദൈവത്തെ പാടി സ്തുതിക്കുവാൻ ദാവീദും ഇസ്രായേൽ മക്കളും ഒരുപോലെ പാടിയതുപോലെ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കൾക്കും ദൈവത്തെ പാടി സ്തുതിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാരംഭമായി തന്നെ ഞാൻ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇത് സ്തോത്രം ചെയ്ത് ദൈവത്തിന്റെ ദയയെ വർണ്ണിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. വളരെ ഈണത്തിൽ ദൈവമക്കൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തിയ ഒരു സങ്കീർത്തനം. ഇസ്രായേലിന്റെ ഏറെക്കുറെ ചരിത്രം മുഴുവനും ഉൾപ്പെടുത്തി ഇസ്രായേൽ മക്കൾ അവരുടെ ജീവിതത്തിൽ അഭിമുഖീകരിച്ചിട്ടുള്ള എല്ലാ പ്രധാനപ്പെട്ട വിഷയങ്ങളിലും ദൈവം അവരോട് കാണിച്ച ദയയെ എടുത്തോർപ്പിച്ചുകൊണ്ട് ദൈവത്തെ പാടുന്ന ഒരു ജനസമൂഹത്തിന്റെ പ്രാർത്ഥനയാണ് ഈ 136-ാം സങ്കീർത്തനം. അതിൽ 4 മുതൽ 6 വരെ 9 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ സൃഷ്ടിയിൽ ദൈവം കാണിച്ച ദയയെ വർണ്ണിക്കുകയാണ്. 4-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിച്ചവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. ജ്ഞാനത്തോടെ ആകാശങ്ങളെ ഉണ്ടാക്കിയവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഭൂമിയെ വെള്ളത്തിന്മേൽ വിരിച്ചവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. വലിയ വെളിച്ചങ്ങളെ ഉണ്ടാക്കിയവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. പകൽ വാഴുവാൻ സൂര്യനെയും അവന്റെ ദയ എന്നേക്കുമുള്ളത്. രാത്രി വാഴുവാൻ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഉണ്ടാക്കിയവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് ചോദിച്ചാൽ, ഇത്ര മനോഹരമായി സൃഷ്ടിക്കപ്പെട്ട ഒരു ഭൂമിയിൽ പാർക്കുവാൻ ഒരു അവസരം തന്ന ദൈവത്തെ ആദ്യമായി സ്തുതിക്കണമെന്നാണ് ഈ പാട്ടുകാരൻ നമ്മെ ഓർമ്മിക്കുന്നത്. ഒരു കാരണവുമില്ലാത്ത വ്യക്തിക്കും ഇതൊരു കാരണമല്ലേ? നാം പാർക്കുന്ന ഈ ഭൂമിയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കണ്ടേ? ദൈവത്തിന്റെ അത്ഭുതകരമായ സൃഷ്ടിപ്പിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കണ്ടേ? ഇത്ര അത്ഭുതകരമായി നമുക്ക് വേണ്ടി സകലവും ചമച്ച ആ സർവജ്ഞാനിയും സർവവ്യാപിയും സർവശക്തനും നിത്യനുമായ ദൈവത്തെ എങ്ങനെ നമുക്ക് സ്തുതിക്കാതിരിക്കാൻ കഴിയും? അതുകൊണ്ട് ദൈവം നമ്മോട് കാണിച്ച ദയക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്, സൃഷ്ടിച്ച ദൈവത്തെ.
അടുത്തതായി 10-12 വാക്യങ്ങളിൽ മിസ്രയീമിൽ ദയ കാണിച്ച ദൈവത്തെയാണ് ഇവിടെ സ്തുതിക്കുന്നത്. മിസ്രയീമിലെ കടിഞ്ഞൂലുകളെ സംഹരിച്ചവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. അവരുടെ ഇടയിൽ നിന്ന് ഇസ്രായേലിനെ പുറപ്പെടുവിച്ചവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഒരു കടിഞ്ഞൂൽ സംഹാരം നടത്തി ഇസ്രായേലിയരുടെ മുഴുവൻ ഭവനങ്ങളിലും ചോരപ്പുഴ ഒഴുകിയപ്പോൾ കുഞ്ഞാടിന്റെ രക്തത്തളിയേറ്റ ഭവനങ്ങളുടെ മേൽ സംഹാരദൂതൻ ഇറങ്ങാതെ അവരുടെ ഭവനങ്ങളെ വിടിവിച്ചത് ഓർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരിക്കും? അത് ദൈവം കാണിച്ച ഒരു ദയയല്ലേ എന്നാണ് സങ്കീർത്തനക്കാരൻ ചോദിക്കുന്നത്. തീർച്ചയായിട്ടും ദൈവമക്കളെ, ഈ കൊറോണ കാലഘട്ടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരോട് പൂർണ്ണ ആദരവ് കാണിച്ചുകൊണ്ടും അങ്ങനെ ജീവൻ നഷ്ടപ്പെട്ട എല്ലാ ഭവനങ്ങളുടെ ദുഃഖത്തോട് അവരുടെ ദുഃഖത്തിൽ അവരെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഞാൻ ഓർപ്പിക്കട്ടെ. ജീവനോട് ശേഷിച്ചിരിക്കുന്നവർക്ക് ഒരു നന്ദി വേണ്ട ദൈവത്തോട്. ഈ 9 ലക്ഷം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ എന്നെയും നിങ്ങളെയും അതിന്റെ മധ്യത്തിൽ ഇതിൽ നിന്ന് വിടുവിച്ച ദൈവത്തിന്റെ മഹാദയ ഓർക്കുമ്പോൾ എങ്ങനെ ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ കഴിയും? ഇത് ദൈവത്തിന്റെ ഒരു ദയയല്ലേ? അടുത്തതായി അതിന്റെ 13-15 വാക്യങ്ങൾ ചെങ്കടലിൽ ദയ കാണിച്ച ദൈവത്തെയാണ് സ്തുതിക്കുന്നത്. ചെങ്കടലിനെ 2ആയി വിഭാഗിച്ചവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. അതിന്റെ നടുവിൽ കൂടി ഇസ്രായേലിനെ കടത്തിയവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. അത് മാത്രമല്ല, അതിന്റെ നടുവിൽ അവരുടെ ശത്രുവിനെ എന്നേക്കുമായിട്ട് ഇല്ലായ്മ ചെയ്ത് അവരെ അക്കരെ കടത്തിയ ദൈവത്തെ ഓർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരിക്കും? എനിക്കും നിങ്ങൾക്കും അക്കരെ കയറുവാൻ ഒരു മാർഗമില്ലാതിരുന്നപ്പോൾ നശിച്ചു പോകുന്ന ശത്രുവിന്റെ കരങ്ങളിൽ ഇല്ലാതായി തീരുമെന്നും ഇനിയും എനിക്ക് മുൻപോട്ട് പോകുവാൻ ഒരു മാർഗവുമില്ല എന്ന് ആമേൻ മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് വിലപിച്ച സമയത്ത് സമുദ്രത്തിന്റെ നടുവിലൂടെ വഴിയൊരുക്കി അവരെ അക്കരെ കടത്തിയ ദൈവത്തിന്റെ ദയയോർത്താൽ എങ്ങനെ സ്തുതിക്കാതിരിക്കും? അതുമാത്രമല്ല, വിടുതലിന്റെ പുറത്ത് ഇരട്ടി മധുരമെന്ന വണ്ണം അതുവരെ അവരുടെ ജീവനെ വേട്ടയാടിക്കൊണ്ടിരുന്ന ശത്രുവിനെ അതേ ചെങ്കടലിൽ തന്നെ മുക്കിക്കുന്ന ദൈവത്തിന്റെ ദയ ഓർക്കുമ്പോൾ പിന്നീട് ഒരിക്കലും അവരെ ശല്യപ്പെടുത്താതെ മിസ്രയീമിനെയും സൈന്യത്തെയും എന്നേക്കുമായിട്ട് ഇല്ലായ്മ ചെയ്ത ദൈവത്തിന്റെ ദയ ഓർക്കുമ്പോൾ എങ്ങനെ ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ കഴിയും? അടുത്തതായി സങ്കീർത്തനക്കാരൻ അതിന്റെ 16 മുതൽ 20 വരെ ഓർക്കുമ്പോൾ താൻ പറയുകയാണ്, മരുഭൂമിയിൽ അവരുടെ പിതാക്കന്മാരെ നടത്തിയ വിധങ്ങളെ ഓർത്താൽ എങ്ങനെ ദൈവത്തിന്റെ ദയയെ സ്തുതിക്കാതിരിക്കും? തന്റെ ജനത്തെ മരുഭൂമിയിൽ കൂടെ നടത്തിയവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. മഹാരാജാക്കന്മാരെ സംഹരിച്ച് നമുക്കറിയാം, ശക്തിശാലികളായ ബലവാന്മാരായ സീഹോനെയും ഓഗിനെയും ഒക്കെ ഇല്ലായ്മ ചെയ്ത് ശക്തന്മാരെയും മല്ലന്മാരെയും അവരുടെ കരകരം കൊണ്ടല്ല, മറിച്ച് ദൈവം തന്നെ സൈന്യങ്ങളുടെ യഹോവയാകുന്ന ദൈവം സൈന്യാധിപനായി അവരുടെ സൈന്യത്തിന് മുൻപിൽ നിന്നുകൊണ്ട് അവരെക്കാട്ടിൽ വലിയവരായ അസംഖ്യം ജനം വരുന്ന കടൽക്കരയിലെ മണൽ പോലെയും ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലും ബഹുസംഖ്യമുള്ള സൈന്യ ശക്തികളെ ഇല്ലായ്മ ചെയ്ത് അവരെ മരുഭൂമിയിലൂടെ നടത്തിയ ദൈവത്തിന്റെ ദയ ഓർക്കുമ്പോൾ എങ്ങനെ ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ കഴിയും? കഴിഞ്ഞ നാളുകളില് എന്നേക്കാൾ നിങ്ങളെക്കാൾ ബലവാന്മാരായ ശക്തന്മാരായ ശത്രുക്കളെ പരാജയപ്പെടുത്തി ജയം നൽകിയ ദൈവത്തിന്റെ ദയ ഓർക്കുമ്പോൾ എങ്ങനെ ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ കഴിയും? മഹാരാജാക്കന്മാരെ തോൽപ്പിച്ചു. 18-ാം വാക്യം അവിടെ ഓർപ്പിക്കുകയാണ്, ശ്രേഷ്ഠന്മാരെ നിഗ്രഹിച്ചു. അടുത്ത 19-ാം വാക്യം അവിടെ പറയുന്നു, അമോര്യരുടെ രാജാവായ സീഹോനെയും അവന്റെ ദയ എന്നേക്കുമുള്ളത്. 20-ാം വാക്യം, ബാശാൻ രാജാവായ ഓഗിനെയും സ്തോത്രം, അമോര്യരെയും ബാശാനെയും ഒക്കെ തോൽപ്പിച്ച ദൈവത്തിന്റെ ദയ ഓർക്കുമ്പോൾ കാരണം എന്നാ? കാരണം എന്റെ ശക്തി കൊണ്ടല്ല ഇവരെ തോൽപ്പിച്ചതെന്നുള്ള പൂർണ്ണ ബോധ്യം ഈ സങ്കീർത്തനക്കാരനുണ്ട്. അവർക്ക് ശക്തിയില്ലായിരുന്നു, ശേഷിയില്ലായിരുന്നു, എന്നാൽ അവരെ ദൈവം വിടുവിച്ചു.
ഹല്ലേലൂയ. 21, 22 വാക്യങ്ങൾ ഓർപ്പിക്കുന്നത് ഇതിലൂടെയെല്ലാം നടത്തി അവരുടെ ദേശത്തെ അവകാശമായി കൊടുത്തു. വാഗ്ദത്ത ദേശത്ത് അവരെ വാഗ്ദത്ത കനാനിൽ എത്തിച്ച ദൈവത്തിന്റെ ദയയെ ഓർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരിക്കും? കാണിപ്പാൻ ഇരിക്കുന്ന ദേശത്തേക്ക് ഇറങ്ങി പുറപ്പെട്ട അബ്രഹാമ്യ സന്തതികളെ അവരൊരല്പകാലത്തേക്ക് 400 വർഷത്തേക്ക് അവരുടെ വാഗ്ദത്ത ദേശത്ത് നിന്ന് അന്യരായി പരദേശികളായി മിസ്രയീമിൽ പാർക്കേണ്ടി വന്നെങ്കിലും അവിടുന്ന് ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് അവരെ മടക്കി അവരുടെ ദേശത്ത് പിന്നെയും വാഗ്ദത്ത ദേശത്ത് അവരുടെ പിതാക്കന്മാർക്ക് അവകാശമായി കൊടുക്കാമെന്ന് പറഞ്ഞ ദേശത്ത് അവരെ മടക്കി കൊണ്ടുവന്ന ദൈവത്തിന്റെ ദയ ഓർക്കുമ്പോൾ എങ്ങനെ ദൈവത്തെ സ്തുതിക്കാതിരിക്കും? 23 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വേണ്ടിയുള്ള വാക്യങ്ങളാണ്. ഇസ്രായേൽ മക്കളുടെ വിഷയങ്ങളാണ് ഇതുവരെ പറഞ്ഞതെങ്കിൽ അടുത്ത വാക്യങ്ങൾ ആമേൻ ദൈവസന്നിധിയിൽ ഏതൊരു ഭക്തനും അവകാശപ്പെടാൻ പറയാൻ പറ്റുന്ന വാക്യമാണ് 23-ാം വാക്യം. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവന്റെ ദയ എന്നേക്കും ഉള്ളത്. 24-ാം വാക്യം നമ്മുടെ വൈരികളുടെ കയ്യിൽ നിന്ന് നമ്മെ വിടുവിച്ചവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്നവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. സ്വർഗസ്ഥനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും അവന്റെ ദയ എന്നേക്കുമുള്ളത്. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. നമുക്ക് ആഹാരം നൽകുന്ന ഒരു ദൈവമുണ്ട്. നമുക്ക് സംരക്ഷണം നൽകുന്ന ഒരു ദൈവമുണ്ട്. നമുക്ക് ആരോഗ്യം നൽകുന്ന ഒരു ദൈവമുണ്ട്. നമ്മളെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. നമ്മെ അറിയുന്ന ഒരു ദൈവമുണ്ട്. നമ്മെ മറന്നു കളയാത്ത ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ ദയ ഓർക്കുമ്പോൾ എങ്ങനെ ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ കഴിയും? ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകൽക്കാലം ആ 23-ാം വാക്യത്തിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങളുടെ പരമാർത്ഥ ഹൃദയത്തെ ഉണർത്തിക്കണമെന്ന് ദൈവാത്മാവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ഓർക്കുന്ന ഒരു ദൈവം, മറക്കാത്ത ഒരു ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. നമ്മെ ഓർക്കും, നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവൻ. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ആര് മറന്നാലും മറക്കാത്തൊരു ദൈവം എനിക്ക് നിങ്ങൾക്ക് ഉണ്ട്. അനേകവട്ടം അനേകരുടെ സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. എല്ലാവരും എന്നെ കൈവിട്ടു, ആരും എന്നെ ഓർത്തില്ല. എന്നാൽ പ്രിയ ദൈവവൈദ്യനെ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, ആരെല്ലാം നിന്നെ മറന്നാലും, ആരെല്ലാം നിന്നെ ഉപേക്ഷിച്ചാലും, ആരെല്ലാം നിന്നെ കൈവിട്ടാലും, നിന്നെ മറക്കാത്ത, നിന്നെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് സങ്കീർത്തനക്കാരന്റെ പകലിൽ നമ്മോട് വിളിച്ചു പറയുന്നു. സ്തോത്രം. ചില വാക്യങ്ങൾ ഇതോടുള്ള ബന്ധത്തിൽ വായിച്ചോർപ്പിക്കുവാൻ ഞാൻ കർത്താവിൽ ആശിക്കുകയാണ്. യെശയ്യാ പ്രവാചകൻ 49-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിൽ ഇങ്ങനെ ഓർപ്പിക്കുന്നു, ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കയില്ല. ഇസ്രായേലിനോട്, യാക്കോബിനോട് ദൈവത്തിന്റെ വാഗ്ദത്തം എന്താ പറയുന്നത്? ഈ ലോകത്തിൽ മറക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരമ്മ തന്റെ കുഞ്ഞിനെയാണ് മറക്കാത്തതെന്ന് ആമേൻ നമുക്കെല്ലാവർക്കും അറിയാം. ആരൊക്കെ മറന്നാലും ഒരു അമ്മയ്ക്ക് തന്റെ കുഞ്ഞിനെ മറക്കാൻ കഴിയില്ല. എന്നാൽ അമ്മമാര് പോലും കുഞ്ഞുങ്ങളെ മറന്നു കളയുന്ന ഒരു ലോകത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. അമ്മമാര് പോലും തങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊല്ലുവാൻ മടി കാണിക്കാത്ത ഒരു ലോകത്തിലാണ്, ഒരു ദുഷ്ടലോകത്തിലാണ് ഇന്ന് നാം വന്നെത്തിയിരിക്കുന്നത്. ഒരു പക്ഷെങ്കിൽ ഈ കാലഘട്ടത്തെ ഓർത്തുകൊണ്ടായിരിക്കാം പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഒരു വാക്യം വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയത്. അവിടെ പറയുകയാണ്, ഇനി ഒരമ്മ പോലും നിന്നെ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കത്തില്ലെന്ന് ദൈവത്തിന്റെ ആരോ
സ്തുതിക്കുവാൻ ഒരു അല്പസമയം കണ്ടെത്തുമ്പോൾ എല്ലാവരും മറന്നു കളഞ്ഞപ്പോൾ, പെറ്റമ്മ പോലും നിന്നെ മറന്നു കളഞ്ഞപ്പോൾ, നിന്നെ മറക്കാതെ നിന്നെ മാറോട് ചേർത്ത് പിടിച്ച ഒരു ദൈവത്തിന്റെ മഹാദയയും കരുണയും ഓർത്ത് ഇന്ന് പകൽക്കാലം ദൈവത്തെ സ്തുതിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ഇന്ന് പകൽക്കാലം നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർക്കുന്നവൻ, ആര് മറന്നാലും നമ്മെ മറക്കാത്ത ഈ ദൈവത്തിന്റെ ദയക്കായിട്ട് പിന്നെയും ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദൈവം എന്തെല്ലാമാണ് ഓർക്കുന്നത്? ഇങ്ങനെ പറയാൻ കാര്യം, ദൈവം ഓർക്കുന്നു എന്ന് പറയാൻ കാരണമല്ല, ദൈവത്തിന് വലിയ മറവിയുണ്ടോ? പുരാതനനായ ദൈവം, ഏൻഷ്യന്റ് ഗോഡ്, ഇനി പ്രായമായതുകൊണ്ട് ദൈവത്തിന് വല്ല മറവി വന്നതുകൊണ്ടാണോ ഓർക്കുന്നു ഓർക്കുന്നു എന്ന് എടുത്തു പറയുന്നത്? അല്ല, ദൈവത്തിന് ഒരു മറവിയുമില്ല. ദൈവം ഒന്നും മറക്കുന്നില്ല. ആമേൻ. എന്നാൽ ഓർക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, നിന്നെ ഓർക്കുന്നതിനപ്പുറത്ത് ഇപ്പോൾ നിന്റെ കാര്യങ്ങളിൽ ഒന്നുകൂടെ ദൈവം ശ്രദ്ധ വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ദൈവം നിന്നെ ഓർക്കുക മാത്രമല്ല, നിന്റെ ഓരോ വിഷയത്തെയും ദൈവം ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ് ഓർക്കുന്നു എന്ന വാക്കുകൊണ്ട് ഇവിടെ ആമേൻ ദൈവ വചനം നമ്മെ അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് ദൈവം ഓർക്കുന്നത്? ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ഒരു 5 കൂട്ടം കാര്യങ്ങൾ ദൈവം ഓർക്കുന്ന വിഷയങ്ങൾ നിങ്ങളെ ഓർമ്മിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി, ദൈവം തന്റെ ജനത്തെ, തന്റെ ഭക്തന്മാരെ ദൈവം ഓർക്കുന്നു. തന്റെ ഭക്തന്മാരെ ദൈവം ഓർക്കുന്നു. അവരെ ദൈവം മറന്നു കളയുന്നില്ല. പഴയ നിയമ ഭക്തന്മാരുടെ ചരിത്രമെടുത്താൽ അനവധി ആളുകളോട് ദൈവം ഈ വാക്ക് എടുത്തോർപ്പിച്ചിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യമായി ഓർക്കുന്നു എന്ന് ദൈവം വാക്ക് പറഞ്ഞൊരു ഭക്തനാണ് നോഹ. ഉൽപ്പത്തി 8:1. ദൈവം നോഹയെയും അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗത്തെയും ഓർത്തു. ദൈവം ഭൂമിയിൽ ഒരു കാറ്റടിപ്പിച്ചു, വെള്ളം നിലച്ചു. നമുക്കറിയാൻ കഴിഞ്ഞ 40 ദിവസവും 40 രാവും ഒരേപോലെ ദൈവം സ്വർഗത്തിന്റെ കിളിവാതിൽ തുറന്നു. ഭൂമിയിലെ ഉറവകൾ പൊട്ടി പുറപ്പെട്ടു. ഭൂമിയിൽ ഒരു വലിയ ജലപ്രളയം ഉണ്ടായി. ജലപ്രളയത്തിൽ ലോകത്തിലെ സകല ജനവും നശിച്ചു. ജനത്തിന്റെ പാപം ദൈവസന്നിധിയിൽ അതികഠിനമായി വരികയും മനുഷ്യനെ സൃഷ്ടിക്കൊണ്ട് ദൈവം അനുദപിക്കുകയും മനുഷ്യനെയും കന്നുകാലികളെയും ലോകത്തെ മുഴുവനായി ഉന്മൂലനാശം ചെയ്യുവാൻ ദൈവം തീരുമാനിക്കുകയും ചെയ്തു. എന്നാൽ അതിന്റെ മധ്യത്തിലും ദൈവത്തിന്റെ കൃപ ഒരുവനു വേണ്ടി നീതി വെളിപ്പെട്ടു. അത് മറ്റാരോടുമല്ല, നോഹയ്ക്ക് വേണ്ടി. നോഹയെയും തന്റെ കുടുംബത്തെയും ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളിലും ആണും പെണ്ണുമായി ഇരുന്നിടത്തിനെയും സ്വർഗത്തിലെ ദൈവം ഒരു പെട്ടകത്തിലൂടെ രക്ഷപ്പെടുത്തി ബാക്കി സകല ഭൂമിയെയും നശിപ്പിച്ചു കളഞ്ഞതായിട്ട് നമുക്കറിയാം. ഈ പൊങ്ങിയ വെള്ളത്തിൽ കഴിഞ്ഞ ചില നാളുകളായി ഈ പെട്ടകം ഒഴുകി നടക്കുകയാണ്. ഈ പെട്ടകത്തിന്റെ കൺട്രോൾ ഇപ്പോൾ നോഹയുടെ കയ്യിലല്ല. പെട്ടകത്തിന്റെ വാതിലടച്ചത് ദൈവമാണ്. ദൈവം അടച്ച വാതിലിനെ തുറക്കണമെങ്കിൽ ദൈവത്തിനെ കഴിയും. ഇതെവിടെങ്കിലും കൊണ്ട് ഉറപ്പിക്കണമെങ്കിൽ ദൈവത്തിനെ കഴിയും. ഈ മഹാപ്രളയത്തിൽ ഒഴുകി നടക്കുന്ന ഈ പെട്ടകത്തെ ബ്രേക്കിട്ട് നിർത്തുവാൻ ഒരു മാർഗവുമില്ലാത്തൊരു വണ്ടിയായിരുന്നു എന്ന് വചനം നമ്മെ ഓർപ്പിക്കുന്നു. എന്ന് വെച്ചാൽ ഇതിന്റെ നിയന്ത്രണം ഒന്നും നോഹയുടെ കയ്യിലല്ലായിരുന്നു. ഇതിന്റെ നിയന്ത്രണം മുഴുവനും ദൈവത്തിന്റെ കയ്യിലായിരുന്നു. അനവധി ദിവസങ്ങളായി ജലപ്രളയത്തിൽ ഒഴുകി നടക്കുന്ന പെട്ടകത്തെ
അതിനകത്തുള്ള നോഹയെയും തന്റെ കുടുംബത്തെയും, അതിനകത്തുള്ള തന്റെ സൃഷ്ടിയായ സകല ജീവജാലങ്ങളെയും യഹോവ ഓർത്തപ്പോൾ എന്ത് ചെയ്തു? അവര് നശിച്ചു പോകാതെ, അവര് ഇറങ്ങിപ്പോകുന്ന വെള്ളത്തിന്റെ കൂടെ ഒഴുകി മഹാസമുദ്രത്തിൽ എത്തുംപിടിയും കിട്ടാതെ എന്നേക്കുമായിട്ട് അലഞ്ഞു നടക്കുവാൻ ഇടവരാതിരിക്കത്തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം കാറ്റടുപ്പിച്ച് നോഹയുടെ പെട്ടകത്തെ തടഞ്ഞു നിർത്തി അതൊരു അരാരാത്ത പർവ്വതത്തിൽ ഉറപ്പിച്ച് അവർക്ക് ആ പെട്ടകത്തിൽ നിന്ന് പുറത്തു വരത്തക്കവണ്ണം ഒരു സാഹചര്യത്തെ ഒരുക്കി കൊടുത്ത് ഒരു മഹാദുരന്തത്തിൽ നിന്ന് നോഹയെയും കുടുംബത്തെയും അവന്റെ കൂടെയുള്ള സകല ജീവജാലങ്ങളെയും സ്വർഗത്തിലെ ദൈവം ഓർത്ത് അവനെ വിടുവിച്ചെങ്കിൽ ഒരു മഹാദുരന്തത്തെ അഭിമുഖീകരിക്കുന്ന സകല മനുഷ്യരോടും ഇന്ന് പകൽക്കാലം ദൈവവചനത്തിലൂടെ ദൈവാത്മാവിന് ഓർപ്പിക്കുവാനുള്ളത്, ലോകത്തിലെ എത്ര മഹാദുരന്തങ്ങൾ വന്നാലും ദുരന്തങ്ങളുടെ നടുവില് പെട്ടകം അയച്ചു നിന്നെ വിടുവിക്കുവാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും സേവിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിന്റെ ദയ ഓർത്ത് ഇന്ന് പകൽക്കാലം നോഹയെ ഓർത്ത ദൈവം എന്റെയും നിങ്ങളെയും ഓർക്കുന്നെന്ന് മനസ്സിലാക്കി ദൈവത്തിന് നന്ദിയോടെ സ്തുതിച്ചു മഹത്വപ്പെടുത്തുക. മഹാദുരന്തത്തിൽ നോഹയെ ഓർത്ത ദൈവം എന്റെയും നിന്റെയും ഓർക്കുവാൻ ശക്തനാണ്. അടുത്തതായി ദൈവം വേദപുസ്തകത്തിൽ ഓർത്ത ഒരു ഭക്തൻ മറ്റാരുമല്ല, അബ്രഹാമാണ്. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം അതിന്റെ 29-ാം വാക്യം. നോഹയെ ദുരന്തത്തിലാണ് ഓർത്തതെങ്കിൽ അബ്രഹാമിനെ ദൈവം ഓർത്തത് ഒരു ന്യായവിധിയുടെ മധ്യത്തിലാണ്. എന്നാൽ ആ പ്രദേശത്തിലെ പട്ടണങ്ങളെ നശിപ്പിക്കുമ്പോൾ ദൈവം അബ്രഹാമിനെ ഓർത്തതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു? ലോത്ത് പാർത്ത പട്ടണങ്ങൾ ഉന്മൂലനാശം വരുത്തുകയും ലോത്തിനെ ആ ഉന്മൂലനാശത്തിൽ നിന്ന് വിടുവിച്ചു. നോക്കണേ, ഇടിവിൽ നിന്നൊരു ഭക്തനെ ഓർത്ത് ചിലരെ ന്യായവിധിയിൽ നിന്ന് വിടുവിക്കുന്ന ദൈവത്തിന്റെ ദയ. ലോത്തെ നിന്റെ മിടുക്കുകൊണ്ടോ, നിന്റെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടോ, നിന്റെ വിശുദ്ധി കൊണ്ടോ, നിന്റെ തീരുമാനത്തിന്റെ വലിപ്പം കൊണ്ടോ അല്ല ഇന്ന് നീ രക്ഷപ്പെട്ടത്. മറിച്ച് നിനക്ക് വേണ്ടി ഇടിവിൽ നിന്ന് ദൈവത്തോട് വാദിച്ച ഒരു ഭക്തനുണ്ട്. അവനെ ഓർത്താണ് ഇന്ന് പകൽക്കാലം നിന്നെ വിടുവിച്ചതെന്ന് ഓർത്തുകൊള്ളും. സോദോം ഗൊമോറായ ന്യായം വിധിച്ചപ്പോൾ ലോത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് ദൈവത്തോട് പക്ഷപാതം ചെയ്ത അബ്രഹാമിനെ ദൈവം ഓർത്ത് മഹാന്യായവിധിയിൽ നിന്ന് വിടുവിച്ചതാണ് ഇവിടെ പ്രതിപാദിക്കപ്പെട്ട വിഷയം. അങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങളും ന്യായവിധിയിൽ പ്രവേശിക്കാതിരിക്കാൻ, ന്യായവിധിയിൽ തകർന്നു പോകാതിരിക്കാൻ, സോദോം ഗൊമോറയിൽ ഒരു ന്യായവിധി ഉണ്ടായതുപോലെ ഈ ഭൂമി ഇനിയും തീക്കായിട്ട് ഗന്ധകത്തിനായിട്ട് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ദൈവവചനം ഓർപ്പിക്കുമ്പോൾ അതിന്റെ മധ്യത്തിൽ ഇടനിലക്കാരനായി ഞാനും നിങ്ങളും നശിച്ചു പോകാതെ ലോക ചരിത്രത്തിന്റെ മധ്യത്തിൽ ഇറങ്ങി വന്ന എന്നെയും നിന്നെയും വിടുവിക്കുവാൻ കാൽവരി ക്രൂശിൽ ജീവൻ കൊടുത്ത് എനിക്കും നിങ്ങൾക്കും വേണ്ടി സ്വർഗത്തിലെ ദൈവത്തിന്റെ ന്യായവിധിക്കിടയിൽ പക്ഷപാതം ചെയ്യുന്ന സ്വർഗത്തിലെ നമ്മുടെ വീണ്ടെടുപ്പുകാരനായ യേശുവിന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം തിരിച്ചറിഞ്ഞ് എനിക്കും നിങ്ങൾക്കും വേണ്ടി പക്ഷപാതം കഴിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്ത് എന്നെയും നിന്നെയും ഈ മഹാന്യായവിധിയിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം വിടുവിക്കുന്ന ദയയെ ഓർക്കുമ്പോൾ എങ്ങനെ ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ കഴിയും? പുതിയ നിയമഭക്ത ദൈവ പൈതലേ, ഞാനും നീയും ഇന്ന് അനുഭവിക്കുന്ന നന്മകള്, ഞാനും നീയും ഇന്ന് അനുഭവിക്കുന്ന ഈ ജീവന്റെ തുടിപ്പ് എനിക്ക് നിനക്കും വേണ്ടി ഇടനിലക്കാരനായി മധ്യസ്ഥനായി ഒരുവൻ നിന്ന് തന്റെ ജീവൻ കൊടുത്ത്
അബ്രഹാമിനെ ദൈവം ഓർത്തു. അബ്രഹാമിനെ ഓർത്തത് കൊണ്ട് അബ്രഹാമിന്റെ സ്വന്തം ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ദൈവം കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഈ പ്രത്യേക വാക്യത്തിൽ നമ്മൾ കണ്ടത് അബ്രഹാം ഇടിവിൽ നിന്ന് തന്റെ സഹോദരപുത്രന് വേണ്ടി പ്രാർത്ഥിച്ചതിന്റെ ഫലമായി അബ്രഹാമിനെ ഓർത്തവനെ വിടുവിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയ ദൈവമൈതലേ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ഞാനും നിങ്ങളും ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഏതൊരു വിഷയവും ദൈവം ഓർത്ത് ദൈവം ചിലരെയൊക്കെ വിടുവിക്കുന്നുണ്ട് എന്ന് ഇന്ന് പകൽക്കാലം മറന്നു പോകരുത്. സ്തോത്രം. അതുകൊണ്ട് ആരുടെയൊക്കെയോ കണ്ണുനീരിന്റെയോ ആരുടെയൊക്കെയോ മധ്യസ്ഥതയുടെയോ ഫലമാണ് ഞാനും നിങ്ങളും ആരോഗ്യത്തോടെ ഇരിക്കുന്നതെന്ന് ഇന്ന് പകൽക്കാലം മറന്നു പോകരുത്. അടുത്തതായി 2 സഹോദരിമാരെ ദൈവം ഓർത്തത് വേദപുസ്തകം നമ്മെ ഓർപ്പിക്കുന്നു. ആദ്യമായി യാക്കോബിന്റെ ഭാര്യയായ റാഹേൽ വിവാഹം കഴിഞ്ഞിട്ട് ഒരുപാട് വർഷമായി. തനിക്ക് പകരം യാക്കോബിന് കളിപ്പിച്ചുപായത്തിൽ അപ്പൻ കൊടുത്ത ലേയ്ക്ക് ഒരുപാട് മക്കളായി. അവളുടെ പ്രസവകാലം കഴിഞ്ഞിട്ടും പിന്നെയും ദൈവം കരുണ കാണിച്ച് 6 പുത്രന്മാരെയും ഒരു പുത്രിയെയും ലേയിലൂടെ യാക്കോബിന് ദൈവം കൊടുത്തു. ഇത്രയും എല്ലാമായിട്ടും റാഹേൽ ദൈവസന്നിധിയിൽ വ്യസനിച്ച് വേദനപ്പെട്ടിരിക്കുകയും. ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായം 22-ാം വാക്യത്തിൽ ഇങ്ങനെ ഓർപ്പിക്കുന്നു: ദൈവം റാഹേലിനെ ഓർത്തു, ദൈവം അവളുടെ അപേക്ഷ കേട്ടു, അവരുടെ ഗർഭപാത്രത്തെ തുറന്നു. അങ്ങനെയാണെങ്കിൽ പ്രിയ ദൈവമക്കളെ, ദുരന്തത്തിലും ന്യായവിധിയിലും മാത്രമല്ല ദൈവം മനുഷ്യനെ ഓർക്കുന്നത്, എന്റെയും നിന്റെയും വ്യക്തിപരമായ വിഷയങ്ങളിലും എന്റെയും നിന്റെയും ശാരീരികമായ പോരായ്മകളിലും നമ്മെ ഓർത്ത് നമ്മോട് കരുണ കാണിക്കുന്നവനാണ് ഈ മഹാദൈവമെന്ന് ഇന്ന് പകൽ മറന്നു പോകരുത്. റാഹേലിന്റെ അനുഭവം അതാണ് പഠിപ്പിക്കുന്നത്. അനുഗ്രഹിക്കപ്പെട്ട 2 സന്തതികളെ റാഹേലിലൂടെ ദൈവം യാക്കോബിന് കൊടുത്തു. മൂത്തവൻ യോസേഫും ഇളയവൻ ബെന്യാമീനും. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ പ്രിയ ദൈവമക്കളെ, നീ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ടല്ലോ, അത് നീ മറന്നുപോയാൽ, നീ ഓർത്തില്ലെങ്കിൽ, അത് ഓർമ്മ വെച്ച് നിനക്ക് മറുപടി തരുന്നൊരു ദൈവമുണ്ട്. അത് ഓർക്കുന്നൊരു ദൈവമുണ്ട്. ഞാൻ ആ വിഷയത്തിലേക്ക് പുറകാലം വരുന്നുണ്ട്, അതുകൊണ്ട് വിശദമായി വിവരിക്കുന്നില്ല. രണ്ടാമതായി ദൈവം ഓർത്ത ഒരു സഹോദരി, ഞാനിത് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ അത് മനസ്സിലാക്കി കഴിഞ്ഞു. ശമൂവേലിന്റെ പുസ്തകത്തിൽ നാം അറിയുന്ന പ്രിയ ഹന്നയാണ് ശമൂവേലിന്റെ അമ്മ. ഹന്ന 1 ശമൂവേൽ 1-ാം അധ്യായം 19-ാം വാക്യത്തിൽ യഹോവ ഹന്നായെ ഓർത്തു. 1 ശമൂവേൽ 1:19. ഇവിടെ എന്താണ് വായിക്കുന്നത്? അനന്തരം അവർ അധികാലത്ത് എഴുന്നേറ്റു യഹോവയുടെ സന്നിധിയിൽ നമസ്കരിച്ച ശേഷം രമയിൽ തങ്ങളുടെ വീട്ടിലേക്ക് പോയി. എന്നാൽ എൽക്കാന തന്റെ ഭാര്യയായ ഹന്നായെ പരിഗ്രഹിച്ചു. യഹോവ അവളെ ഓർത്തു. പ്രൈസ് ഗോഡ്. അവളെ ഓർത്ത ഒരു ദൈവം. എന്തായിരുന്നു അവളെ ഓർക്കുവാൻ കാരണം? ഇതേപോലെ തന്നെ റാഹേലിനെ പോലെ തന്നെ അവൾക്കും അവളുടെ വീട്ടിൽ അവളെ അസഹ്യപ്പെടുത്തുന്ന മറ്റൊരു സഹോദരിയുണ്ട്. അവളുടെ കുത്തുവാക്കുകളൊക്കെ കേട്ട് മനന്നൊന്ന് ദൈവസന്നിധിയിൽ വളരെ ഭാരപ്പെട്ടിരുന്ന ഹന്നായെ തക്ക സമയമായപ്പോൾ ദൈവം ഓർത്ത് ഇവിടെയും ഹന്നായുടെ ഗർഭപാത്രത്തെ ദൈവം തുറന്നു. അവൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു പുരുഷ പ്രജയെ ദൈവം കൊടുത്തതായിട്ട് വചനം ഓർപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെയും ദൈവം ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ ഓർത്ത് അവൾക്ക് വേണ്ടി വിടുതൽ കൊടുക്കുന്നത് നമുക്ക് കാണാം. പുതിയ നിയമത്തിൽ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞ്
ഞാൻ ആ വിഷയത്തിൽ, ജനത്തെ ഓർക്കുന്ന വിഷയത്തിൽ നിന്ന് വിരമിക്കാം. വേദപുസ്തകത്തിൽ, പുതിയ നിയമത്തിൽ നാം ഒരുവനെ ഓർക്കുന്നത് അറിയാം. എവിടെയാണ്? ക്രൂശിൽ. ക്രൂശിൽ തന്നോടുകൂടെ ക്രൂശിക്കപ്പെട്ട ഒരു ദുഷ്പ്രവർത്തിക്കാരൻ അല്ലെങ്കിൽ കള്ളൻ യേശുവിനോട് പറഞ്ഞൊരു വാക്കുണ്ട്. അത് ലൂക്കോസ് 23:42-43 മറ്റ് സുവിശേഷങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശുവേ, ഈ രാജ്യത്വം പ്രാപിച്ച് വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ. സ്തോത്രം. ആ പ്രാർത്ഥനയുടെ മറുപടി നീണ്ടുപോയില്ല. യേശു അവനെ ഓർത്തു. അവന്റെ പ്രാർത്ഥനയുടെ മറുപടി അന്ന് തന്നെ അവന് കിട്ടി. യേശു അവനോട്, ഇന്ന് നീ എന്നോടുകൂടെ പരദീസയിൽ ഇരിക്കും എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. വേണമെങ്കിൽ ഈ മനുഷ്യനെ ഒരു പാപിയുടെ ഗണത്തിൽപ്പെടുത്തിയിട്ട് നമുക്ക് ഇങ്ങനെ പറയാം, ഒരു പാപിയുടെ അപേക്ഷ ഓർക്കുന്നൊരു ദൈവം. ഞാനും നിങ്ങളും ഈ ക്രൂശിലെ കള്ളന്റെ അവസ്ഥയിലായിരുന്നു. എന്നാൽ കൃപയാൽ യേശുവിനെ ദൈവമെന്ന് അംഗീകരിക്കുവാനും ദൈവപുത്രനെന്ന് അംഗീകരിക്കുവാനും രക്ഷകനായി തിരിച്ചറിഞ്ഞ് കൈക്കൊള്ളുവാനും എനിക്കും നിങ്ങൾക്കും ലഭിച്ച മഹാഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചു കൊള്ളണം. അതൊരു ദയയാണ്, ദൈവത്തിന്റെ മഹാകരുണയാണ്. കർത്താവേ, എന്നെ രക്ഷിക്കണമേ എന്ന് നാം നിലവിളിച്ചപ്പോൾ നമുക്ക് വേണ്ടി താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമ്മെ രക്ഷിച്ച ദൈവത്തിന്റെ ദയയെ ഓർത്താൽ എങ്ങനെ ദൈവത്തെ സ്തുതിക്കാതിരിക്കും? ഒരു പാപിയുടെ പ്രാർത്ഥന കേട്ട്, അവന്റെ അപേക്ഷ കേട്ട് അവനെ വിടുവിക്കുന്ന ദൈവം. വേദപുസ്തകത്തിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് റിപ്ലൈ കിട്ടുന്ന ഒരു സംഗതിയാണ് പാപിയുടെ പ്രാർത്ഥന. എന്താണ്? അവൻ യാചിക്കുന്നത് രക്ഷയ്ക്ക് വേണ്ടി യാചിക്കുന്ന, നിത്യതയ്ക്ക് വേണ്ടി യാചിക്കുന്ന, പറുദീസയ്ക്ക് വേണ്ടി കരയുന്ന ഒരു കരച്ചിലും ദൈവം നാളത്തേക്ക് മാറ്റിവെക്കാറില്ല. അതിന് അന്നു തന്നെ മറുപടി തന്ന് അവനെ ഓർത്ത് വിടുവിക്കുന്ന ദൈവത്തിന്റെ മഹാദയയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നീ രാജ്യത്തെ പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമേ എന്നാണ് പ്രാർത്ഥിച്ചതെങ്കിലും യേശു പറയുന്നു, ഇന്ന് തന്നെ നീ എന്നോടുകൂടെ പരദീസയിൽ ഇരിക്കും. നീ കാത്തിരിക്കേണ്ട കാര്യമില്ല. ഇന്ന് തന്നെ നീ എന്നോടുകൂടെ പരദീസയിൽ ഇരിക്കും. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമൈതലേ, പാപത്തിന്റെ അഗാധ കുടുംബത്തിൽ കിടന്നുകൊണ്ട് ഇന്ന് പകൽക്കാലം ഒരു രക്ഷയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഏതൊരു പാപിയുടെയും പ്രാർത്ഥനയുടെ മുന്നിൽ രക്ഷകന്റെ മറുപടിയാണ് ഇന്ന് എന്നോട് കൂടെ പരദീസയിലിരിക്കും. ഇന്ന് തന്നെ നീ രക്ഷയെ അനുഭവിക്കും. ഇന്ന് തന്നെ നീ നിത്യതയുടെ അവകാശിയായിരിക്കും. പാപിയെ ഓർക്കുന്ന ഒരു ദൈവം, പാപത്തെ വെറുക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ദൈവത്തിന് പാപത്തോട് മാത്രമേ വിരക്തി, പാപിയോടൊരു വിരക്തിയുമില്ല. പാപത്തെ മാത്രമേ ഉള്ളൂ ദൈവം മറന്നു കളയുന്നത്. പാപിയെ ദൈവം മറന്നു കളയുന്നില്ല. പാപിയെ മറക്കാതെ ദയ കാണിച്ച ദൈവത്തെ എങ്ങനെയാ ശ്രദ്ധിക്കാതിരിക്കുന്നത്? അപ്പോൾ ദൈവം തന്റെ ജനത്തെയും ഭക്തന്മാരെയും ഓർക്കും. രണ്ടാമതായി, ദൈവം നമ്മുടെ പ്രാർത്ഥനയെ ഓർക്കും. God remembers our prayer. ഞാൻ ഓർപ്പിച്ചല്ലോ, മറ്റെന്തെല്ലാം ആരെല്ലാം മറന്നുപോയാലും ഒരു പക്ഷെങ്കിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ നമുക്ക് തന്നെ ഓർമ്മയില്ലല്ലോ. ഒരു 5 കൊല്ലം മുമ്പ് നമ്മൾ പ്രാർത്ഥിച്ച ഏതെങ്കിലും പ്രാർത്ഥന ഇപ്പോൾ നമുക്ക് ഓർമ്മയുണ്ട്. 5 കൊല്ലത്തെ വിട്. ഇന്ന് രാവിലെ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇന്ന് നമുക്ക് ഇപ്പൊ ഓർമ്മയുണ്ടോ? എന്തെല്ലാം കാര്യം നമ്മൾ പറഞ്ഞെന്ന്? നിരന്തരമായി ദൈവത്തോട് ഉണർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയമുണ്ടെങ്കിൽ ഒരു പക്ഷെങ്കിൽ അത് ഓർക്കൊന്നിരിക്കും. അല്ലാതെ
പ്രാർത്ഥനയുടെ എല്ലാ വാക്കുകളും ഞാനും നിങ്ങളും ഓർക്കുന്നില്ല. എന്നാൽ യഹോവ ഭക്തന്മാർ തമ്മിൽ തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു എന്ന് മലാഖി വിളിച്ചു പറയുമ്പോൾ ഭക്തന്റെ വാക്കിന് ദൈവം ശ്രദ്ധിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല, അവന്റെ വാക്കുകളൊക്കെ ഓർമ്മയുടെ പുസ്തകത്തിൽ കുറിച്ചു വെക്കേണ്ടതാകുന്നുണ്ട്. മറന്നു കളയാൻ എന്റെയും നിങ്ങളുടെയും പ്രാർത്ഥനയുടെ ഓരോ വരികളും ഓരോ ശബ്ദവും മറക്കുന്നവനല്ല ഈ ദൈവം. ഉദാഹരണം നമ്മുടെ ഹന്നാ സഹോദരി തന്നെയാണ്. 1-ാം അധ്യായം 11-ാം വാക്യത്തിലാണ്, 1 ശമൂവേൽ 1:11 ഹന്നാ പ്രാർത്ഥിച്ചത്. ഹന്നാ പ്രാർത്ഥിച്ചു അല്ലേ, അവൾ ഒരു നേർച്ച നേർന്നു. സൈന്യങ്ങളുടെ യഹോവേ, അടിയന്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ അടിയൻ അവനെ അവന്റെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും, അവന്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടുകയില്ല എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ ഒരു പ്രാർത്ഥനയും, പ്രാർത്ഥനയോട് കൂടെ ദൈവസന്നിധിയിൽ ഒരു തീരുമാനവും എടുത്തു പ്രാർത്ഥിച്ച ഹന്നയുടെ പ്രാർത്ഥന അന്നേ ദിവസം തന്നെ അതിന്റെ 20-ാം വാക്യത്തിലേക്ക് വന്നപ്പോൾ നമ്മൾ കണ്ടു. 19-ാം വാക്യത്തിന്റെ അവസാനത്തില് യഹോവ ഹന്നായെ ഓർത്തതായിട്ട് നമ്മൾ കാണുന്നു. യഹോവ അവളെ ഓർത്തു എന്നാണ് അവിടെ പറയുന്നത്. എന്തുവാ യഹോവ ഓർത്തത്? യഹോവ ഓർത്തത് അവരുടെ പ്രാർത്ഥനയാണ്. 20-ാം വാക്യത്തില് അവളുടെ പ്രാർത്ഥന കേട്ട് എന്ത് സംഭവിച്ചു? ഹല്ലേലൂയ! 1 ആണ്ട് കഴിഞ്ഞിട്ട് ഹന്നാ ഗർഭം ധരിച്ചു, ഒരു മകനെ പ്രസവിച്ചു. ഞാൻ അവനെ യഹോവയോട് അപേക്ഷിച്ചു വാങ്ങി എന്ന് പറഞ്ഞ് അവന് ശമൂവേൽ എന്ന് പേരിട്ടു. എവിടെയാണ്? ഹല്ലേലൂയ! നോക്കണേ, പ്രാർത്ഥനയ്ക്ക് ഒരല്പം താമസം വന്നെങ്കിലും 1 ആണ്ട് കഴിഞ്ഞും ഹന്നാ പ്രാർത്ഥന നിർത്തിയില്ല. എന്നാല് ദൈവം ഓർക്കാതെ ഇരുന്നില്ല. അനവധി അവസരങ്ങളില് കാലങ്ങൾ ദീർഘിച്ചു പോകുന്നതിനനുസരിച്ച് ഞാനും നിങ്ങളും ഒരുപക്ഷെങ്കില് ദൈവം മറന്നു എന്ന് വിചാരിച്ച് പ്രാർത്ഥന നിർത്തിപ്പോയാലും, ആണ്ടുകൾ കഴിഞ്ഞാലും മാസങ്ങൾ കഴിഞ്ഞാലും കാലങ്ങൾ പിന്നിട്ടാലും നീ പ്രാർത്ഥിച്ചിട്ട ഒരു വിഷയത്തിന്റെ മറന്നു കളയാൻ തക്കവണ്ണം മറവിയുള്ളവനല്ല ഞാൻ നീ സേവിക്കുന്ന ദൈവമെന്ന് തിരിച്ചറിഞ്ഞ് ഇന്ന് പകൽക്കാലം ദൈവത്തിന് നന്ദി പറ. ഈ വർഷങ്ങൾക്ക് മുമ്പ് പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് മറുപടി തരുവാൻ ദൈവം ശക്തനാണ്. നിന്നെ മറന്നു കളയുവാൻ ദൈവം അനീതിയുള്ള ദൈവമല്ലായിരുന്നു. ദൈവമകനെ വിളിച്ചു പറയുമ്പോൾ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ പ്രാർത്ഥന കേട്ട് മറന്നു കളയാതെ അതിന് മറുപടി തരുന്ന ദൈവത്തെ ഇന്ന് പകൽക്കാലം വിളിച്ചു മഹത്വപ്പെടുത്തുക. ഹല്ലേലൂയ! സ്തോത്രം! ആമേൻ! ദൈവസന്നിധിയില് പ്രാർത്ഥന ദൈവം മറന്നു കളയുന്നില്ല. അതെല്ലാം ദൈവം ഓർമ്മയുടെ പുസ്തകത്തിൽ കുറിച്ചു വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞായിരിക്കാം നിന്റെ പ്രാർത്ഥനയുടെ മറുപടി വരുന്നത്. ഹല്ലേലൂയ! അബ്രഹാം ഒരിക്കൽ ദൈവത്തോട് നിലവിളിച്ചു ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഈ ദമ്മശ്ശേരിക്കാരനായ ഈ എലിയാസറോ എന്റെ അവകാശം? സ്തോത്രം! അങ്ങനെ പറഞ്ഞപ്പോൾ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, അബ്രഹാമേ, നീ തലപൊക്കി ഒന്ന് നോക്ക്. സ്വർഗത്തിലെ നക്ഷത്രങ്ങളെ കണ്ടോ? ആകാശത്തിലെ നക്ഷത്രങ്ങളെ നിനക്കിതിനെ എണ്ണാൻ പറ്റും? കടൽക്കരയിലെ മണൽത്തരി കണ്ടോ? നിനക്കിതിനെ എണ്ണാൻ പറ്റും? സ്തോത്രം! നിന്റെ സന്തതികളെ ഞാൻ ഇതുപോലെ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞ ദൈവത്തിന്റെ വാക്ക് 25 വർഷങ്ങൾക്ക് ശേഷമാണ് അബ്രഹാമിന്റെ ജീവിതത്തിൽ നിറവേറിയതെങ്കിലും ദൈവത്തിന്റെ വാഗ്ദത്തമാകയാൽ അതിന്നും നടന്നുകൊണ്ടേയിരിക്കുന്നു. ദൈവത്തിന്റെ അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം ഇന്നും ദൈവം നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിൽ എവിടെ ഒരു യഹൂദൻ ജനിച്ചാൽ, ലോകത്തിൽ എവിടെ ഒരു മുസ്ലിമാൻ ജനിച്ചാൽ, ലോകത്തിൽ എവിടെ ഒരു ക്രിസ്ത്യാനി ഒരുവനായാലും അവിടെല്ലാം അബ്രഹാമിന്റെ കുടുംബത്തിലേക്ക് ഒരുവൻ ചേർക്കപ്പെടുകയാണെന്ന് ഇന്ന് പകൽക്കാലം നാം മറന്നു പോകരുത്. ഈ അടുത്ത കാലത്താണ് നമ്മൾ ഒരു ഉടമ്പടിയെ കുറിച്ച് കേട്ടത്.
ഏബ്രഹാംസ് എഗ്രിമെന്റ് എന്നാണ് അതിന്റെ പേര്. അബ്രഹാമിന്റെ ഉടമ്പടി. ഏതായിരുന്നു അത്? ഇസ്രയേലും UAE-യുമായിട്ട് ഉണ്ടാക്കിയ കരാർ. UAE-യില് അബുദാബി പട്ടണത്തില് ഒരു ഏബ്രഹാംസ് ഫാമിലി വർഷിപ്പ് സെന്റർ ഉണ്ടാകുന്നുണ്ട്. എന്തൊക്കെയാണ് അവിടെ ഉള്ളതെന്ന് അറിയാമോ? ഒരു മോസ്ക്, ഒരു സിനഗോഗ്, ഒരു ചർച്ച്. അബ്രഹാമിന്റെ സന്തതിക്ക് ഒരുമിച്ച് ആരാധിക്കുവാൻ ഒരിടത്ത് ഈ നാട്ടിൽ ഒരു ആരാധനാലയം ഒരുങ്ങുന്നു. അപ്പോൾ ഈ ഗണത്തിൽപ്പെടുന്ന ഏതൊരു വ്യക്തി ഈ ഭൂമിയിൽ ജനിച്ചാലും അത് ദൈവത്തിന്റെ അബ്രഹാമിനോടുള്ള വാഗ്ദത്തത്തിന്റെ നിവൃത്തീകരണമാണ്. അബ്രഹാമിന്റെ പ്രാർത്ഥനയുടെ മറുപടിയാണ്. ദൈവം വാഗ്ദത്തം ചെയ്തിട്ട് വാക്ക് മാറ്റുന്നവനല്ല. വാക്ക് മാറ്റാൻ അവൻ മനുഷ്യനല്ല, അവൻ ദൈവമാണ്. God never changes his words. To change his words, he is not a man, he is a God. അപ്പോൾ ദൈവം വാക്ക് മാറ്റുന്നില്ല. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമാണ്. പ്രാർത്ഥന മറന്നു പോകുന്നവനല്ല ദൈവം. എത്ര വർഷം കഴിഞ്ഞു അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തിട്ട്? കണക്ക് പറഞ്ഞാൽ ഏതാണ്ട് 5000-ഓളം വർഷം ഏറെക്കുറെയായി അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം. 5000 വർഷം കഴിഞ്ഞിട്ടും അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തത്തെ ദൈവം ഓർത്തിരിക്കുമെങ്കിൽ 10 കൊല്ലം മുമ്പേ നീ പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്റെ ദൈവം മറന്നു കളയുവാൻ മറവിയുള്ള ദൈവമല്ല ദൈവം. ഇന്ന് പകൽക്കാലം ഇത് കുറിക്കൊള്ളുക. മൂന്നാമത് ദൈവം മറക്കാത്ത സംഗതി, ദൈവസന്നിധിയിൽ എടുത്ത തീരുമാനം ദൈവം മറക്കത്തില്ല. ഇവിടെ നാം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ദൈവസന്നിധിയിൽ ഞാനും നിങ്ങളും ചില തീരുമാനങ്ങളൊക്കെ എടുക്കും. എടുത്തു വെച്ച് ചില ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മൾ അത് മറന്നു. നമ്മൾ മറന്നാലും നമ്മൾ ദൈവസന്നിധിയിൽ എടുത്ത തീരുമാനങ്ങളെ ദൈവം മറക്കുന്നില്ല എന്ന് ഓർക്കുക. അതുകൊണ്ടാണ് ദൈവത്തിന് a book of memories there in the presence of the God, where he notes everything what we spoke. ദൈവത്തോട് നാം ചെയ്ത ഉടമ്പടി മാത്രമല്ല, ദൈവഭക്തന്മാർ സംസാരിച്ചതെല്ലാം ദൈവത്തിന്റെ ഓർമ്മയുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് നാം ചെയ്ത നിയമങ്ങൾ എത്രയധികമായി അത് ശ്രദ്ധയോടെ രേഖപ്പെടുത്തും. ഇവിടെ ഹന്നയുടെ ജീവിതത്തിലേക്ക് മടങ്ങി വന്നാൽ ഹന്ന എടുത്തൊരു തീരുമാനമുണ്ട്. 11-ാം വാക്യത്തിൽ 1-ാം അധ്യായം നമ്മളത് 2 പ്രാവശ്യം ഇപ്പോൾ വായിച്ചു. അവളുടെ പ്രാർത്ഥനയിൽ അവൾ എടുത്തൊരു ഉടമ്പടിയുണ്ട്. നീ എനിക്കൊരു പുരുഷ സന്തതിയെ തന്നാൽ ഞാൻ അവനെ എന്നും നിന്റെ സന്നിധിയിൽ തന്നേക്കാം. അവന് നാസിർ വ്രതമുള്ളവനായി ശൗരക്കത്തി വെക്കാതെ നിന്റെ സന്നിധിയിൽ അവൻ എന്നും നിലനിൽക്കും. അല്ലേ? അവൻ പറയുന്നത് ഇങ്ങനെയാണ്: അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ അടിയൻ അവനെ അവന്റെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും, അവന്റെ തലയിൽ ശൗരക്കത്തി തൊടുകയുമില്ല എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവം, ഒരു പക്ഷെങ്കിൽ തലമുറകളെ കുറിച്ച് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ തീരുമാനം എടുത്തിട്ടുണ്ടോ എന്ന് ഇന്ന് പകൽക്കാലം ഒന്ന് ചിന്തിച്ചു കൊള്ളണം. ചെറുപ്പത്തിൽ രോഗം വന്നപ്പോൾ, ചത്തുപോകുമെന്ന് തോന്നിയപ്പോൾ, കിട്ടത്തില്ലെന്ന് തോന്നിയപ്പോൾ, കർത്താവ് ഇവനെ ആയുസോട് ആരോഗ്യത്തോട് തന്നാൽ നിനക്ക് തന്നേക്കാമെന്നൊക്കെ പറഞ്ഞ് ദൈവസന്നിധിയിൽ ചില തീരുമാനങ്ങൾ എടുത്തത് വല്ലതും ഉണ്ടെങ്കിൽ, അത് പ്രാവർത്തികമാക്കാതെ മറന്നുപോയെങ്കിൽ, വളർന്നു വന്നപ്പോൾ ബോധപൂർവം അവനെ എഞ്ചിനീയറും ഡോക്ടറുമാക്കാൻ ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ എടുത്ത തീരുമാനത്തെ മറന്നു കളഞ്ഞെങ്കിൽ, ദൈവം മറന്നു കളയുന്നവനല്ല. അവനെ ഏത് നിലയിൽ പോയാലും അവനെ മടക്കി ദൈവസന്നിധിയിൽ സമർപ്പിച്ച തീരുമാനത്തിന് അനുസരിച്ച് ദൈവം എവിടെയെങ്കിലും ഇട്ട് പിടിച്ചു മടക്കിക്കൊണ്ടുവരുവാൻ ദൈവത്തിന് ഓർമ്മയുണ്ട് എന്നുള്ള കാര്യം ഇന്ന് പകൽക്കാലം മറക്കുന്നവർക്ക് വേണ്ടി ഒരു വാണിംഗ് ആയിട്ട് പകൽക്കാലം ഞാൻ ഓർമ്മിക്കുകയാണ്. ഹല്ലേലൂയ. ഹന്ന മറന്നു കളഞ്ഞില്ല കേട്ടോ. ദൈവസന്നിധിയിൽ ഉടമ്പടി എടുത്തിട്ട് ഹന്ന ഓർത്തു. ഹല്ലേലൂയ. അല്ലേ? അതിന്റെ 2-ാം അധ്യായത്തിന്റെ അല്ലേ, അതേ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ
സ്തോത്രം, അവിടെ നമ്മൾ കാണുന്നത് എന്താണ്? ഈ ശമൂവേൽ ബാലനെ ദൈവസന്നിധിയിൽ അല്ലേ കൊടുക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. സ്തോത്രം. അതിന്റെ 22-ാം വാക്യമാണെന്ന് തോന്നുന്നു. 1-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം. 1-ാം അധ്യായം 25-ാം വാക്യം. 25 verse 25. Chapter 1 verse 25. എന്താണ് അവിടെ ചെയ്തത്? സ്തോത്രം. ശമൂവേൽ ബാലനെ അതല്ലല്ലോ, ശമൂവേൽ ബാലൻ ദൈവസന്നിധിയിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു വാക്യം. സ്തോത്രം. ഒരു സെക്കൻഡ്. 2-ാം അധ്യായം 18-ാം വാക്യം. ചാപ്റ്റർ 2 verse 18. 2-ാം അധ്യായം 18-ാം വാക്യം. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ശമൂവേൽ എന്ന ബാലനോ പഞ്ഞിനൂൽ കൊണ്ടുള്ള അങ്കി ധരിച്ച് യഹോവയുടെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്തു പോന്നു. അവന്റെ അമ്മ ആണ്ടുതോറും ഒരു ചെറിയ അങ്കി ഉണ്ടാക്കി തന്റെ ഭർത്താവിനോട് കൂടെ വർഷാന്തരയായി കഴിവാൻ വരുമ്പോൾ അവനെ കൊണ്ടുവന്ന് കൊടുക്കും. നോക്കണേ, സ്തോത്രം. ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുത്തെങ്കിൽ അതുപോലെ തന്നെ ചെയ്തു. ബാലന് മുലകുടി മാറിയപ്പോൾ അവൾ ബാലനുമായി ദൈവാലയത്തിലേക്ക് ചെന്ന് ബാലനെ ദൈവവേല ശുശ്രൂഷയ്ക്കായിട്ട് ആ ആലയത്തിൽ വിട്ടേച്ചു പോകുന്നതും പിന്നീട് വർഷം തോറും ചെന്ന് അവനെ പുത്തൻ ഉടുപ്പൊക്കെ കൊടുത്ത് അവന്റെ ശുശ്രൂഷ കണ്ട് സന്തോഷത്തോടെ മടങ്ങുന്ന ഒരു ഹന്നായിയാണ് നമ്മൾ കാണുന്നത്. സ്തോത്രം. ഇതേപോലെ തന്നെ യാക്കോബ് ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുത്തു. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 2-ാം വാക്യം വായിക്കുമ്പോൾ യാക്കോബ് ലൂസിൽ വെച്ച് ഒരു ദർശനം കണ്ടു. ദൈവ സാന്നിധ്യം അവിടെ ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടു. ദൈവം തന്നോട് കൂടെ ഉണ്ടെന്ന് തനിക്ക് മനസ്സിലായി. താൻ ഒരു കല്ലെടുത്ത് നാട്ടിയിട്ട് ദൈവത്തോട് ചില തീരുമാനങ്ങളൊക്കെ എടുത്തു. ഞാൻ പോയി സൗഖ്യത്തോടെ ഇതുപോലെ ഇങ്ങ് മടങ്ങി വരാനിടയായാൽ പോകുന്ന വഴിയിലൊക്കെ നീ എന്നെ കാത്ത് എനിക്ക് ആഹാരവും വസ്ത്രവും ഒക്കെ തന്ന് എന്റെ കാര്യങ്ങളെല്ലാം നോക്കി എന്നെ നടത്തിയാൽ ഞാൻ തിരിച്ചു വരുമ്പോൾ ഈ കണ്ടിരിക്കുന്ന സ്ഥലത്ത് ഒരാലയം പണിയുമെന്നാണ് യാക്കോബ് എടുത്ത തീരുമാനം. അതിന്റെ 35-ാം അധ്യായം 7-ാം വാക്യത്തിൽ വരുമ്പോൾ യാക്കോബ് മടങ്ങി വരുന്ന സീനാണ് നമ്മൾ കാണുന്നത്. മടങ്ങി വരുമ്പോൾ യാക്കോബ് ബേഥേലിലെത്തി അല്ലേ? അവിടെ അവനൊരു യാഗപീഠം പണിതു. തന്റെ സഹോദരന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുമ്പോൾ അവൻ അവിടെ വെച്ച് ദൈവം പ്രത്യക്ഷനായതുകൊണ്ട് അവൻ ആ സ്ഥലത്തിന് എൽ ബഥേൽ എന്ന് പേര് വിളിച്ചു. ദൈവസന്നിധിയിൽ തീരുമാനമെടുത്തു, അത് നിവർത്തിച്ചു. ദൈവം ഓർത്തിരിക്കും കേട്ടോ. അവിടെ വന്നപ്പോൾ യാക്കോബിനെ ഓർപ്പിച്ചു. അങ്ങോട്ട് പോയപ്പോൾ എടുത്ത തീരുമാനങ്ങളൊക്കെ. സ്തോത്രം. ഇങ്ങോട്ട് കയറിയപ്പോൾ ചില തീരുമാനങ്ങളൊക്കെ എടുത്തായിരുന്നോ? പ്രത്യേകിച്ച് പ്രവാസികളായി ജീവിക്കുന്ന ദൈവമക്കളോട് ചോദിക്കുകയാ, വിസ ലഭിച്ച് സൂട്ട്കേസുമായിട്ട് ഫ്ലൈറ്റ് കയറിയപ്പോൾ ചില തീരുമാനങ്ങൾ ദൈവസന്നിധിയിൽ എടുത്തേച്ചാ പോകുന്നതെങ്കിൽ ഇന്ന് പകൽക്കാലം ഇതുവരെ അത് നിവർത്തിച്ചില്ലെങ്കിൽ ദൈവാത്മാവ് ഓർപ്പിക്കുകയാണ്, നീ മറന്നാലും ദൈവം അത് മറക്കത്തില്ല. അതുകൊണ്ട് ഇന്ന് പകലിൽ ദൈവസന്നിധിയിൽ നാം എടുത്ത ഉടമ്പടികളെല്ലാം ഓർത്തിരിക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും സേവിക്കുന്നത്. വേഗത്തിൽ ഓടിച്ചു പോകട്ടെ. 4ാമത് ദൈവം ഓർക്കുന്ന ഒരു വിഷയം, ദൈവം നമ്മുടെ പ്രവർത്തികളെല്ലാം ഓർക്കുന്നു. God remembers all our acts and deeds. നമ്മുടെ പ്രവർത്തികളെ എല്ലാം ഓർക്കുന്നവനാണ് ദൈവം, അല്ലേ? ഇത് തന്നെയാണ് നമ്മുടെ സ്തോത്രം. എബ്രായ ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യത്തില് നാം ഇങ്ങനെ വായിക്കുന്നത്, ഹീബ്രൂ ചാപ്റ്റർ 6 verse 10, ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും തന്റെ സ്നേഹവും മറന്നു കളവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല. അപ്പോൾ നമ്മുടെ പ്രവൃത്തി ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവസന്നിധിയിൽ നാം ചെയ്തതെല്ലാം ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. ഒരിക്കൽ ശിഷ്യന്മാർ ചോദിച്ചു, ഞങ്ങൾ നിന്നെ പിൻപറ്റിയത് കൊണ്ട് ഞങ്ങൾക്ക് എന്നാ കിട്ടും?
ഒരു പക്ഷേ ഈ ചോദ്യം ഞാനും നിങ്ങളും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ടായിരിക്കാം. കർത്താവെ, എല്ലാം വിട്ട് നിന്നെ ആരാധിക്കുവാൻ ഇറങ്ങിത്തിരിച്ചത് കൊണ്ട് എനിക്ക് എന്തോ കിട്ടി എന്ന് ചോദിച്ചാൽ വചനത്തിന് നിങ്ങളോട് പറയാനുള്ള മറുപടി ഇതാണ്: ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളവാൻ ഉള്ളവനല്ല ദൈവം. ദൈവനാമത്തില് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ അതിന് പോലും കണക്ക് പറഞ്ഞ് നിനക്ക് മറുപടി തരുന്നൊരു ദൈവമുണ്ടെങ്കിൽ, ദൈവസന്നിധിയില് നീ ഇടിവിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീരൊഴിപ്പിച്ചാൽ അതുപോലും തുരുത്തിയിൽ പിടിച്ചു വെച്ച് അതിന്റെ അളവിന് തക്കവണ്ണം നിനക്ക് മറുപടി തരുന്നൊരു ദൈവമുണ്ടെങ്കിൽ, ദൈവസന്നിധിയിൽ നീ കഴിക്കുന്ന ഓരോ പ്രവൃത്തിയും, നീ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, നിന്റെ പ്രാർത്ഥനയും എല്ലാം അളന്നു തൂക്കി അതിന് തക്കവണ്ണം നിനക്ക് തിരിച്ചു തരുന്ന ഒരു ദൈവമുണ്ട്. അത് ഓർക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് പകൽക്കാലം ദൈവവചനം ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഇത് വായിച്ചപ്പോൾ പഴയ നിയമത്തില് ഒരു വളരെ പ്രശസ്തനായ രാജാവിനോട് ദൈവം ചെയ്ത ഒരു കാര്യമാണ് ഞാൻ ഓർത്തു പോയത്. ഹല്ലേലൂയ. നെബൂഖദ്നേസർ രാജാവിന്റെ മകനായ ബെൽശസ്സർ, അവനോട് ദൈവം ഭിത്തിമേൽ എഴുതി ഒരു വാക്ക് കാണിച്ചു. മേലെ മേലെ തെക്കേൽ ഫാർസി. എന്താണ് ഇതിന്റെ അർത്ഥമെന്ന് അറിയാതെ വ്യാഖ്യാനിക്കാൻ ബുദ്ധിമുട്ടിയപ്പോൾ ഭക്തനായ ദാനിയേൽ കടന്നു ചെന്ന് അത് വ്യാഖ്യാനിച്ചു കൊടുത്തു. അതിങ്ങനെയാണ് വ്യാഖ്യാനിച്ചത്: ബെൽശസ്സർ രാജാവിനോട് മേലെ മേലെ തെക്കേൽ ഫാർസി എന്ന് പറഞ്ഞാൽ ദൈവം നിന്റെ രാജ്യം എണ്ണി തുലാസിൽ നിന്നെ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. അവന്റെ പ്രവൃത്തിയെ തുലാസിൽ തൂക്കി അവന്റെ പ്രവൃത്തി തിരിച്ചറിഞ്ഞ് അവന് മറുപടി കൊടുക്കുന്ന ഒരു ദൈവം, അത് ഓർത്തിരിക്കുന്ന ഒരു ദൈവം. ഇവിടെ ബെൽശസ്സറിന് ഇമ്മീഡിയറ്റ് ആയിരുന്നു അവന്റെ ആക്ഷൻ. എന്താണ് അവൻ ചെയ്ത പ്രവൃത്തി? ആമേൻ. അവന്റെ പിതാവ് ഇസ്രായേലിനെ കൊള്ളയിട്ട് ഇസ്രായേലിനെ മുഴുവനും ബന്ദികളാക്കി അടിമത്തത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവിടെ നിന്ന് കൊള്ളയായി കൊണ്ടുവന്ന ആലയത്തിലെ വിശുദ്ധ പാത്രങ്ങള്, പൊൻപാത്രങ്ങള്, കിണ്ണങ്ങള് എല്ലാം അവിടെ വളരെ ശ്രേഷ്ഠമായി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം വലിയ വിരുന്നൊരുക്കി തന്റെ രാജ്ഞിമാരും വെപ്പാട്ടികളുമായിട്ട് മദ്യം കുടിച്ച് ഉന്മാദത്തിനായപ്പോൾ ഈ ബെൽശസ്സറിന് തോന്നി ആ പാത്രങ്ങൾ എടുത്ത് അതിനകത്ത് ഇച്ചിരി വീഞ്ഞു കുടിക്കണമെന്ന്. ദൈവം അത് കണക്കിട്ടു. ഉടനെ തന്നെ അവനെ തൂക്കി അവന്റെ പ്രവൃത്തി ഓർത്തിരുന്ന് അവന് മറുപടി കൊടുത്തു. അവന്റെ ഏപ്പാടി അവൻ പിന്നീട് എഴുന്നേറ്റ് നടക്കാൻ കഴിയാതെ വണ്ണം ദൈവം അവനോട് കണക്കിട്ടെങ്കിൽ, എന്റെയും നിങ്ങളുടെയും പ്രവർത്തികൾ ചീത്തയാണെങ്കിൽ അതിന് തക്കവണ്ണം കണക്കിടുകയും നല്ലതാണെങ്കിൽ അതിന് തക്കവണ്ണം ഓർത്തിരുന്ന് പ്രതിഫലം തരികയും ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും സേവിക്കുന്നതെന്ന് ഇന്ന് പകൽക്കാലം മറന്നു പോകരുത്. നമ്മുടെ പ്രവർത്തികളെ ഓർക്കുന്നവനാണ് ദൈവം. ഹല്ലേലൂയ. അഞ്ചാമതായി, ദൈവം തന്റെ വാഗ്ദത്തങ്ങളെ ഓർക്കുന്നു. മനുഷ്യൻ ദൈവത്തോട് ചെയ്ത ഉടമ്പടി മാത്രമല്ല ദൈവം ഓർക്കുന്നത്, ദൈവം മനുഷ്യനോട് ചെയ്ത ഉടമ്പടികളും താൻ മറന്നു കളയാറില്ല. മുമ്പേ ഞാൻ അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടിയെ കുറിച്ച് ഞാൻ ഓർപ്പിച്ചു. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും അബ്രഹാമിനോടുള്ള ഉടമ്പടി ദൈവം ഓർത്തിരുന്ന് അത് നിവർത്തിക്കുന്നുവെങ്കിൽ ഈ ദൈവത്തിന്റെ ഓർമ്മ എത്ര ഭയങ്കരമാണ്. ജോഷുവയുടെ പുസ്തകം 21-ാം അധ്യായം 45-ാം വാക്യം, The book of Joshua chapter 21 verse 45. ആമേൻ. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: യഹോവ ഇസ്രായേൽ ഗൃഹത്തോട് അരുളിച്ചെയ്ത വാഗ്ദത്തങ്ങളിൽ ഒന്നും വൃഥാവാകാതെ സകലവും നിവൃത്തിയായി നോക്കണേ. ദൈവവചനമാണ്. ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് തന്നെ ഉറപ്പ് പറയുന്നത്. ഇവിടെ പറയുകയാണ്,
ഉടമ്പടികളും എല്ലാ വാഗ്ദത്തങ്ങളും ഒന്നുപോലും നിവൃത്തിയാകാതെ എല്ലാം നിവൃത്തിയായി എന്ന് പറയുമ്പോൾ ഇന്ന് പകൽക്കാലം ഓർക്കുക, എന്നോടും നിങ്ങളോടും ദൈവം എന്തെങ്കിലും ഒരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ കാലം കഴിഞ്ഞാലും സമയം നീണ്ടുപോയാലും മാസങ്ങൾ കഴിഞ്ഞാലും വർഷങ്ങൾ കഴിഞ്ഞാലും അത് മറന്നു പോകാതെ താൻ ചെയ്ത ഉടമ്പടികൾ ഓർത്തിരുന്ന് അത് നിവർത്തിക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ് ആ ദൈവത്തിന്റെ പ്രവൃത്തികളിൽ പ്രത്യാശ വെച്ച് അവനെ പിൻപറ്റുവാൻ നാം തയ്യാറാകുക. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 35-ാം വാക്യത്തില് ദൈവം ഇങ്ങനെ ഓർപ്പിക്കുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്റെ വചനങ്ങൾ ഒഴിഞ്ഞു പോകുകയില്ല. ആകാശവും heaven and earth shall pass away, but my word shall not pass away. If I have made a word to you, if I have made a covenant to you, if I have made a promise to you, it will never pass away, even though the earth and the heavens pass away. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകാം, എന്നാൽ ദൈവം എന്നോടും നിങ്ങളോടും ചെയ്ത ഒരു വാഗ്ദത്തം, ഒരു പ്രോമിസ് ഒരിക്കലും ഒഴിഞ്ഞു പോകയില്ല എന്ന് ഇന്ന് പകൽക്കാലം തിരിച്ചറിയുക. ഇതേ ദൈവം ഗിരിപ്രഭാഷണത്തിൽ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 18-ാം വാക്യത്തിൽ ആമേൻ അവിടെ ഇങ്ങനെ ഓർപ്പിക്കുന്നു, സ്തോത്രം, സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിർത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല. ഒരു ഡോട്ടോ ഒരു കോമയോ ഫുൾഫിൽ ആകാത്തത് ഒന്നും വചനത്തിലില്ല എന്ന് ദൈവവചനം ഓർപ്പിക്കുന്നു. ദൈവം കൽപ്പിച്ചതാണെങ്കിൽ അതിനൊരു മാറ്റമില്ല. അത് അങ്ങനെയല്ലായിരുന്നു, ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞതെന്ന് ഒരിക്കലും ദൈവം പറയുകയില്ല. ആമേൻ. ഗതിഭേദത്താലുള്ള ഒരു ആച്ഛാദനം ദൈവത്തിനില്ല. അവന്റെ വാക്കുകൾ ഊവ് ഊവ് എന്നും ഇല്ല ഇല്ല എന്നും ആകയാൽ അവൻ പറഞ്ഞത് അതുപോലെ തന്നെയാണ്. Yes is yes and no is no. If God said yes to you, it will be yes forever. അതെന്നേക്കും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് ദൈവവചനം ഓർപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മോട് ചെയ്ത വാഗ്ദത്തങ്ങൾ അവൻ ഓർക്കുന്നു, അവൻ മറന്നു കളയത്തില്ല. ദൈവത്തിന് ഒരു കാര്യത്തിനും മറവിയില്ലേ? മറവിയില്ല. എന്നാൽ ബോധപൂർവം ഇന്റൻഷനലി ദൈവം ചിലത് മറക്കാറുണ്ട്. എന്താ ദൈവം മറന്നു കളയുന്നത്? അതുകൂടെ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ടാണ് നമ്മളിന്ന് പിടിച്ചു നിൽക്കുന്നത്. ദൈവത്തിന്റെ ആ മറവിയുടെ ബലത്തിലാണ് നമ്മളിന്ന് ആയിരിക്കുന്നത്. എന്താ ദൈവം മറക്കുന്നത്? യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 34-ാം വാക്യം, The book of Jeremiah chapter 3 verse 34. What does it say? അവരുടെ പാപം ഇനി ഓർക്കുകയില്ല. ദൈവാത്മാവ് ഓർപ്പിക്കുകയാണ്. ആമേൻ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തില് ആമേൻ സർവശക്തനായ ദൈവം ഓർപ്പിക്കുന്നു, ഞാൻ അവരുടെ പാപത്തെ ഇനി ഓർക്കത്തില്ല എന്ന്. സ്തോത്രം. He will not remember our sins. അല്ലേ? സ്തോത്രം. Praise God. Hallelujah. വാക്യത്തിന്റെ റെഫറൻസ് തെറ്റാണെങ്കിൽ അതിന്റെ കറക്റ്റായ വാക്യം ഞാൻ ഓർപ്പിച്ചു തരാം. Praise God. Hallelujah. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം. ആമേൻ. ഞാൻ അവരുടെ പാപങ്ങളെ ഇനിയും ഓർക്കുകയില്ല എന്ന ഒരു പക്ഷേ 34-ാം അധ്യായത്തിലായിരിക്കാം ആ വാക്യം. ഒരു സെക്കൻഡ് ഞാൻ അതിന്റെ കറക്റ്റ് വേഴ്സ് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. സ്തോത്രം. Praise God. Hallelujah. സർവശക്തനായ ദൈവം ഓർപ്പിക്കുകയാണ്, ഞാനിനി സ്തോത്രം ഹല്ലേലൂയ അവരുടെ പാപങ്ങളെ ഇനിയും ഓർക്കുകയില്ല എന്ന് പറയുന്നൊരു വേദഭാഗ്യം ഹല്ലേലൂയ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലുണ്ട്.
It is 30 verse 34. Hallelujah. ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം അതിന്റെ യെസ് 31-ന്റെ 34-ാം വാക്യം വായിച്ചാൽ ഇരമ്യാ 31-ന്റെ 34. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: ഇനി അവരിൽ ആരും തന്റെ കൂട്ടുകാരനെയും തന്റെ സഹോദരനെയും യഹോവയെ അറിയുക എന്ന് ഉപദേശിക്കുകയില്ല. അവർ ആപാദവൃദ്ധം എല്ലാവരും എന്നെ അറിയും. ഞാൻ അവരുടെ അകൃത്യം മോചിക്കും, അവരുടെ പാപം ഇനി ഓർക്കുകയില്ല എന്നാണ് യഹോവയുടെ അരുളപ്പാട്. സ്തോത്രം. ഹല്ലേലൂയ. യഹോവ പറയുന്നു, ഞാൻ ഇനി അവരുടെ പാപം ഓർക്കുകയില്ല. ആമേൻ. സ്തോത്രം. ആമേൻ. എബ്രായ ലേഖനം 8-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം ഇതേ വാക്യം തന്നെ അവിടെ ഓർമ്മിച്ചിട്ടുണ്ട്. ഹീബ്രൂ ചാപ്റ്റർ 8 verse 12 എന്നാണ് അവിടെ പറയുന്നത്: ഞാൻ അവരുടെ അകൃത്യങ്ങളെ കുറിച്ച് കരുണയുള്ളവനാണ്, അവരുടെ പാപങ്ങളെ ഇനി ഓർക്കുകയുമില്ല എന്ന് കർത്താവിന്റെ അരുളപ്പാട്. Hallelujah. For I will be merciful to their unrighteousness, and their sins and their iniquities will I remember no more. ദൈവം പാപത്തെ ഓർക്കാത്തത് കൊണ്ടാണ് പ്രിയ ദൈവമക്കളെ നാം ദൈവസന്നിധിയിലായിരിക്കുന്നത്. Again same Hebrew chapter 10 verse 17. എബ്രായ ലേഖനം 10-ാം അധ്യായം 17-ാം വാക്യം ഇതേ വാക്യം പിന്നെയും നമ്മെ ഓർപ്പിക്കുന്നു: ഞാൻ ഓർക്കത്തില്ല അവരുടെ പാപങ്ങളെയും അകൃത്യങ്ങളെയും ഞാൻ ഇനി ഓർക്കുകയുമില്ല എന്ന് അരുളി ചെയ്തിരിക്കുന്നു. ദൈവം എല്ലാം ഓർക്കുന്നുണ്ട്. എന്നാൽ ദൈവം ഓർക്കാത്തൊരു കാര്യം, ഹല്ലേലൂയ, നമ്മുടെ പാപങ്ങളെ ദൈവം ഓർക്കുന്നില്ല. God forgives and forgets. Hallelujah. Isaiah chapter 43 verse 25. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 25-ാം വാക്യത്തിൽ ദൈവം ഇങ്ങനെ പറയുന്നു: I forgive and I forget. Hallelujah. ഞാൻ തന്നെ എന്റെ നിമിത്തം ഞാൻ തന്നെ നിന്റെ അതിക്രമങ്ങളെ മായ്ച്ചു കളയുന്നു, നിന്റെ പാപങ്ങളെ ഞാൻ ഓർക്കുകയില്ല. സ്തോത്രം. Look at this verse. I am he that blotted out thy transgressions for mine own sake and will not remember thy sins. ഞാൻ തന്നെ നിന്റെ അതിക്രമങ്ങളെ മായ്ച്ചു കളഞ്ഞു. എപ്പോഴാണ് മായ്ച്ചു കളഞ്ഞത്? കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി നാം സ്വീകരിച്ചപ്പോൾ. കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചത് എന്റെ പാപത്തിന് വേണ്ടിയായിരുന്നു എന്ന് ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാഗൊണ്ട് ഏറ്റു പറഞ്ഞപ്പോൾ എന്റെ പാപത്തിന്റെ പട്ടിക മുഴുവൻ കാൽവരി ക്രൂശിൽ തറച്ച് എന്നേക്കുമായിട്ട് തന്റെ തങ്കച്ചോല കൊണ്ട് എന്റെ പാപത്തിന്റെ പട്ടികകളെ മുഴുവനും മായ്ച്ചു കളഞ്ഞ് അതെന്നേക്കും പോയിട്ട് ഓർക്കാതെ വണ്ണം അത് മറന്നു കളഞ്ഞ ദൈവത്തിന്റെ മഹാമറവിയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. He is a God who forgives and he is a God who forgets all my sins and my transgressions. I thank God for his forgiveness and I thank God for forgetting all my sins. ദൈവം അകൃത്യം കണക്കിടാതെ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാനെന്ന് പറയുമ്പോൾ നമ്മുടെ ലംഘനങ്ങളെ ക്ഷമിക്കുക മാത്രമല്ല, നമ്മുടെ പാപത്തെ എന്നേക്കുമായിട്ട് തന്റെ തങ്കച്ചോര കൊണ്ട് മറച്ച് പിന്നീട് ഒരിക്കലും ഓർക്കാതെ വണ്ണം ഹിമം പോലെ നമ്മുടെ കടും ചുവപ്പായിരുന്ന സകല പാപത്തെയും വെളുപ്പിച്ച ദൈവത്തിന്റെ മഹാകൃപയെ ഓർത്ത് അവന്റെ ദയയെ ഓർത്ത് നാം ദൈവത്തെ സ്തുതിച്ചുകൊള്ളു. എന്തുകൊണ്ടാണ് ദൈവം ഈ ദയ കാണിച്ചതെന്ന് അറിയാമോ? നമ്മൾ വലിയ മിടുക്കന്മാരായതുകൊണ്ടും കേമന്മാരായതുകൊണ്ടുമല്ല. 103-ാം സങ്കീർത്തനക്കാരൻ 14-ാം വാക്യത്തിൽ ഇങ്ങനെ വിളിച്ചു പറയുന്നു: For he knoweth our frame, he remembereth that we are dust. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ, നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു. ഞാൻ ഇന്ന് ദൈവത്തിന്റെ ദയയ്ക്ക് പാത്രമായത് ഞാൻ എന്തെങ്കിലും ആയതുകൊണ്ടല്ല, ഞാൻ ഒന്നുമല്ലെന്നും അവന്റെ മുൻപിൽ ഞാൻ വെറും പൊടിയാണെന്നും അവന്റെ മുൻപിൽ നിൽക്കുവാൻ എനിക്കൊരു യോഗ്യതയില്ലെന്നും എന്റെ സ്വർഗത്തിലെ ദൈവം ഓർക്കുന്നത് കൊണ്ട് എന്റെ
കേൾക്കുന്ന ദൈവമൈതലേ, എന്റെ താഴ്ചയിൽ എന്നെ ഓർത്ത ദൈവത്തിന്റെ ദയക്കായിട്ട് ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. അവനെ ഓർക്കുന്നത് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. നമ്മെ ദൈവം തന്റെ ജനത്തെ, തന്റെ ഭക്തന്മാരെ ഓർക്കുന്നു. ദൈവം തന്റെ ഭക്തന്മാരുടെ പ്രാർത്ഥന ഓർക്കുന്നു. ദൈവം തന്റെ ഭക്തന്മാർ അവരുടെ സന്നിധിയിൽ എടുത്ത തീരുമാനങ്ങളെ ഓർക്കുന്നു. ദൈവം തന്റെ ഭക്തന്മാരുടെ പ്രവർത്തികളെ ഓർക്കുന്നു. ദൈവം തന്റെ മക്കളോട് ചെയ്ത തന്റെ വാഗ്ദത്തങ്ങളെ ദൈവം ഓർക്കുന്നു. അതെല്ലാം ദൈവം ഓർക്കുമ്പോൾ തന്നെ നമ്മുടെ പാപങ്ങളും അകൃത്യങ്ങളും അവൻ മറന്ന് എന്നേക്കുമായി വായിച്ച് നമ്മെ സ്നേഹിക്കും. ഈ മഹാസ്നേഹത്തിന് ഓർക്കുമ്പോൾ ദാവീദ് പറഞ്ഞതുപോലെ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. എന്തുകൊണ്ടാണ് അവന്റെ ദയ എന്നേക്കുമുള്ളത്? കാരണം അവൻ എന്നെ മറന്നു കളഞ്ഞില്ല. ഞാൻ താഴ്ചയിൽ ഇരുന്നപ്പോൾ അവൻ എന്നെ ഓർത്തു. ഞാൻ വിശന്നിരുന്നപ്പോൾ അവൻ എന്നെ ഓർത്തു. ശത്രു എന്നെ സംഹരിക്കാൻ വന്നപ്പോൾ അവൻ എന്നെ ഓർത്തു. എനിക്ക് പ്രതിസന്ധി വന്നപ്പോൾ അവൻ എന്നെ ഓർത്തു. ദേശത്തെല്ലാം ദുരന്തം വന്നപ്പോൾ